I should ask my parents first because I have strict parents, you know. You can ask them. I got strict parents too, but they don't know. ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മോള് സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ വീട്ടിൽ എനിക്ക് വേറെ പണികളൊന്നുമില്ല. ഇന്ന് രാവിലെ മോള് പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്റർ എന്നോടൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്ക് ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല. പിന്നെ രാവിലെ എണീറ്റിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കും. അപ്പോൾ അവൾ 2 ദിവസമായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ പിറകെയാണ്. പിന്നെ ഇത് എടുക്കാത്തത് കാരണം ഞാൻ അതിന് വലിയ ശ്രദ്ധ കൊടുക്കാറുമില്ല. പിന്നെ അവൾ പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതൊന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ പറയാറില്ല. അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട്. ഈ കഥ എഴുതിയിരിക്കുന്നത് പ്രിയ AS. സത്യം പറഞ്ഞാൽ ഈ കഥ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കുറേ നേരം ഞാൻ ആ കഥയെക്കുറിച്ചിട്ട് തന്നെ ആലോചിച്ചിരുന്നു. പണ്ടത്തെ ആ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മളൊന്ന് കൊണ്ടുപോയതുപോലെ. അതുമാത്രമല്ല, ഈ കഥയിലെ കഥാപാത്രങ്ങൾ 2 കുട്ടികളാണ്, അനുധാരയും നീലകണ്ഠനും. അനുധാര വലിയ വീട്ടിലൊരു കുട്ടിയാണ്. അപ്പോൾ അനുധാരയ്ക്കാണെങ്കിൽ എപ്പോഴും അസുഖം വരും. അതുകൊണ്ട് അവൾ അങ്ങനെ സ്കൂളിലൊന്നും പോയിരുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ സ്കൂളിൽ പോകും. 2 ദിവസം പോയാൽ 3 അന്ന് അസുഖം വരും. അതാണ് നമ്മുടെ അനുധാര. അനുധാരയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ് നീലകണ്ഠൻ. നീലകണ്ഠനാണെങ്കിൽ അച്ഛനും ഇല്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി പഠിക്കുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് ആകെ 2 ഷർട്ടേ ഉള്ളൂ. അവന് എഴുതാൻ പെൻസിലോ സ്ലേറ്റ് പെൻസിലോ ഒന്നും അവൻ്റെ കയ്യിലില്ല. അപ്പോൾ അനുധാര നീലകണ്ഠൻ്റെ വിഷമങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അനുധാരയുടെ അച്ഛൻ നീലകണ്ഠന് പെന്നും പെൻസിലൊക്കെ കൊടുത്തോളാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ അനുധാര നന്നായി ചിത്രങ്ങളൊക്കെ വരയ്ക്കും. ചിത്രമൊക്കെ വരച്ചിട്ട് നീലകണ്ഠനെ കാണിച്ചു കൊടുക്കുമ്പോൾ നീലകണ്ഠൻ അതെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ പരീക്ഷാ സമയത്തൊക്കെ അനുധാരയ്ക്ക് അങ്ങനെ ക്ലാസ്സിലൊന്നും വരാൻ പറ്റില്ലല്ലോ. അസുഖം കാരണം പല ക്ലാസ്സുകൾ അവൾക്ക് മിസ്സാണ്. അപ്പോൾ നീലകണ്ഠൻ പരീക്ഷയ്ക്ക് ഉത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ വരെ വലിയ സ്കൂളിലൊക്കെ ആയി, വേറെ ക്ലാസ്സുകളിലായി. നീലകണ്ഠൻ വേറെ ക്ലാസ്സിലായി. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം അധികം കാണാറില്ല. അങ്ങനെ ഒരു ദിവസം അനുധാരയുടെ ക്ലാസ്സിലുള്ളൊരു മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, നമ്മുടെ നീലകണ്ഠൻ ഒരു പനി വന്നിട്ട് അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ അനുധാര അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അനുധാര വീട്ടിലുള്ളൊരു സമയത്ത് പുറത്തുനിന്നൊരു കരച്ചിൽ കേൾക്കുകയാണ്. പോയി നോക്കുമ്പോൾ ഈ നമ്മുടെ നീലകണ്ഠൻ്റെ അമ്മ അവരുടെ വീട്ടിൽ വന്നിട്ട് കരയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെങ്കിൽ ഈ നീലകണ്ഠന് ശരിക്കും കാഴ്ച പോയിരിക്കണം. അപ്പോൾ നീലകണ്ഠൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വീട് വിൽക്കുകയാണ്. നീലകണ്ഠൻ്റെ വീട് ഇതൊക്കെ വിറ്റിട്ട് അവർ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. പോകുമ്പോൾ നമ്മുടെ നീലകണ്ഠന് അനുധാരനെ ഒന്ന് കാണണമെന്ന് പറയുക. അങ്ങനെയാണ് അവർ അവിടേക്ക് വന്നത്. അപ്പോൾ സത്യം പറയുമ്പോൾ എനിക്കിപ്പോൾ ആ ഒരു കഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അനുധാരയുടെ അമ്മ നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കുറച്ച് പൈസയും കുറച്ച് ഡ്രസ്സും അതൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്ന തളിര് കൊണ്ടുവന്നിരുന്നു. തളിർത്ത് നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നും എന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്ത് നിൽക്കുമ്പോൾ നീലകണ്ഠൻ്റെ ശബ്ദം ഒരു വിറയലോടെ വന്ന് എന്നെ തൊട്ടു. അത് വെട്ടി വിറ്റു, തീർത്താലും തീരാണ്ടല്ലേ കടം. അതോടെ എൻ്റെ കരച്ചിലിൻ്റെ ശക്തി കൂടി. അയ്യയ്യോ, എന്തിനാ അങ്ങനെ കരയണത്? നോക്ക്, ഞാൻ കരയണില്ലല്ലോ. നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു. കുഞ്ഞമ്മ വാങ്ങി തന്ന പാദസരം തൊട്ടു നോക്കി. ഹായ്, നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു. ഓരോ മുറിയിലും കൂടി കയറിയിറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കണത്? അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു. അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു. ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി. ഇനി എനിക്കെന്തിനാ പെൻസില്? എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു, ഇതിനെന്താ നിറം? ഇതിനോ? കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു. ഇനി എൻ്റെ പങ്കുകൂടി അനുധാര പഠിച്ചോളൂ എന്നൊരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായൊരു പൊട്ടിച്ചിരിയുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. കഥ ഞാൻ വായിച്ചു. നല്ല അടിപൊളി കഥ. എനിക്ക് കുറേ സങ്കടമായി. ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. പിന്നെ തോന്നി, എന്തിനാ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര വിഷമമുള്ള കഥ കൊടുക്കണേ എന്നുള്ളത്. അതിൻ്റെ
ഉള്ള ഉത്തരം അപ്പം തന്നെ കിട്ടി. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമാണ് വലുത്, മറ്റുള്ളവരുടെ സങ്കടം അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരിങ്ങനത്തെ ഓരോ ഇമോഷണൽ കഥകളൊക്കെ വായിക്കണം. അവരുടെ മനസ്സിൽ സങ്കടവും സന്തോഷവും എല്ലാം വേണം. അവരവരുടെ കാര്യങ്ങൾ എന്നല്ല, മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോഴും അവരുടെ ഉള്ളിൽ വിഷമം തോന്നണമല്ലോ. എന്തായാലും എനിക്ക് അങ്ങനെ കഥകളെ കുറിച്ചിട്ട് അങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത്രമാത്രം. ഞാനും ഒരുപാട് കഥകളും കവിതകളൊക്കെ വായിച്ചിട്ട് ഞാനും കരഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്വഭാവം തന്നെയാണ് ലക്ഷ്മിക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവൾക്ക് ഈ കഥ അത്രയും ഇഷ്ടപ്പെട്ടിരിക്കണം, എന്നോടും കൂടെ വായിക്കാൻ വേണ്ടി പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം വായിച്ച് കരഞ്ഞൊരു കവിത എന്ന് പറയുന്നത് മാമ്പഴം എന്ന കവിതയാണ്. അങ്കണത്തൈ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെന്ന് പറഞ്ഞ കവിത ഉണ്ടല്ലോ, അത് ആ ഒരു സങ്കടം എൻ്റെ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര, അന്ന് ഞാൻ ചെറുതാണ്, ഒരു 5-ലോ 6-ലോ എങ്ങാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഞാനത് വായിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സങ്കടം തോന്നിയൊരു കവിത അമ്മ, ONV കുറുപ്പിൻ്റെ അമ്മ എന്ന് പറഞ്ഞ കവിത. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു, അങ്ങനെ ഒരു കവിത ഉണ്ടല്ലോ. അയ്യോ, ഈ 2 കവിതയും എനിക്ക് ഒരുപാട് സങ്കടം തന്നിട്ടുണ്ട്. വർഷങ്ങളെടുത്തിരിക്കണം എനിക്ക് ആ സങ്കടം പോവാൻ വേണ്ടി. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ആദ്യമൊക്കെ ഞാൻ മോൾക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ ഓരോരോ കവിതകളൊക്കെ പാടിക്കൊടുക്കിയിരുന്നു. അന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കവിത ഞാൻ പാടുന്നതും ഞാൻ ചൊല്ലുന്നതും, അവൾക്ക് അതിൻ്റെ കഥ കേൾക്കുക എല്ലാം ഇഷ്ടം. അവൾക്ക് ഈ അമ്മ എന്ന് പറഞ്ഞ കവിതയാണ് കേട്ടോ. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ അടുത്തുള്ള പാലോം പാലോം നല്ല നടപ്പാലോം, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫസ്റ്റ് അവളൊരു ഇത് കേട്ടിട്ട് കരഞ്ഞിട്ടുള്ളത് ഇതാണ്, പാലോം പാലോം എന്നുള്ള ഇതുണ്ടല്ലോ ആ കവിത, അത് കേട്ടിട്ട് അവൾ കരഞ്ഞിരിക്കുന്നത്. അതുപോലെ എനിക്കിത് വായിച്ചപ്പോൾ എനിക്കും സങ്കടം വന്നു. എനിക്കൊരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഈ കഥ വായിച്ചിട്ട് അതിൻ്റെ ആ ഒരു സത്ത് എൻ്റെ മോള് ഉൾക്കൊണ്ടു. അതുകൊണ്ടാണല്ലോ അവൾക്കത് വിഷമം വന്നത്. അവളിനി ഈ ഒരു പാഠഭാഗം അവൾ മറക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ കഥ വായിച്ച ഹാങ് ഓവറിലൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പം സമയം 2 മണിയായിരിക്കണം കേട്ടോ. നമുക്ക് പഞ്ചായത്തിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. കുടുംബശ്രീ ഓഫീസിൽ അവിടെ ഈ കുടുംബശ്രീയുടെ ഈ അഫിലിയേഷൻ ഫോം വന്നിട്ടുണ്ട്. അപ്പം അത് പോയിട്ട് കളക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടി ഞാൻ പഞ്ചായത്തിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ വലിയ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് മഴച്ചാറ്റിലുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരു 1-2 കിലോമീറ്ററേ ഉള്ളൂ പഞ്ചായത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ പഞ്ചായത്തിൽ എത്തി നമ്മൾ ഫോമൊക്കെ കളക്ട് ചെയ്തു. ഒരു 10 ഫോം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള കുടുംബശ്രീക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫോമൊക്കെ കളക്ട് ചെയ്ത് വീട്ടിലെത്തി നോക്കുമ്പോൾ നല്ല പെരുമഴയായിരുന്നു കേട്ടോ, നല്ല പെരുമഴയായിരുന്നു. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ വന്നു കേട്ടോ. വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം, ഒരു 3/4 മണിക്കൂറോളം അവൾ ഗെയിം കളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കലും പഠിക്കലൊക്കെ. അവരിത്രയും 2 മാസം ഈ വെക്കേഷൻ ടൈമിൽ ഗെയിമും TV കാണലും ഇതൊക്കെ ആയിരുന്നല്ലോ. പെട്ടെന്ന് നമ്മളത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കത് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് ആ സമയം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ അവൾ അതിന് സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അവളുടെ ബാക്കി പരിപാടികളൊക്കെ, ഫുഡ് കഴിക്കലും അതുപോലെ പഠിക്കാനിരിക്കലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. But I should ask my mom. I should ask my parents first because I have strict parents, you know. You can ask them. I got strict parents too, but they don't know about that. I use Discord to be honest, but who's telling them? Oh. I will try my best, okay? After that, I will tell you guys. It's fine. Yeah.